ഹലോ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നെറ്റ് എക്സാമിൻ്റെ വീഡിയോസ് എന്താണ് ഇടാത്തത്. സോ പേടിക്കണ്ട, നെറ്റ് എക്സാമിൻ്റെ വീഡിയോ നമ്മൾ ഇനി ചാനലിൽ നിറക്കും. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി നെറ്റ് എക്സാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രൈമറി പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി നമ്മൾ പറയുന്ന മെത്തേഡിലൂടെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ഇത്രയും കാലത്തെ ആ ഒരു തലവേദന ഇതോടുകൂടി അവസാനിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് ചെറിയ വീഡിയോ കേട്ടോ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നെറ്റ് ഹിസ്റ്ററിയുടെ സിലബസിൻ്റെ ഒരു അനാലിസിസ് ആണ്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ അപ്കമിങ് സെഷൻസിൽ ഉൾക്കൊള്ളുന്നതാണ്. ആൻഡ് നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുക. പിന്നെ നമ്മുടെ സിലബസ്, അതിൻ്റെ യൂണിറ്റുകളൊന്ന് ഡിസ്കസ് ചെയ്യുക. ഏത് തരത്തിൽ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളെ സഹായിക്കുന്ന ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, ആൻഡ് അതൊക്കെ കവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്മളെല്ലാവരും നെറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരാണ് അല്ലേ? പക്ഷെ എന്തിനാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് വി ആർ ഗോയിങ് ടു ഹാവ് ആഫ്റ്റർ ക്വാളിഫൈങ് UGC നെറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റും JRFും ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടി നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിലൂടെ നമ്മൾ, അല്ലെങ്കിൽ എനിക്കൊക്കെ പേഴ്സണലി കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾ നെറ്റ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF കിട്ടും. JRF കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, അത്യാവശ്യം നല്ലൊരു തുക, ഏതാണ്ട് ഒരു 42,000 മന്ത്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്ന സമയത്ത്, PhD ചെയ്യുന്ന സമയത്ത് ഫെലോഷിപ്പായിട്ട് കിട്ടും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തത്, നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് JRFിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ നെറ്റ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയത്. JRF കിട്ടിക്കഴിഞ്ഞാൽ റിസർച്ചിന് പോകാം, ഫെലോഷിപ്പ് കിട്ടും, അത് വേറെ കാര്യം. ബട്ട് നെറ്റിലേക്ക് വരികയാണ് ഞാൻ വീണ്ടും. നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലൊന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതും വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ആൻഡ് അടുത്തത്, നിങ്ങളുടെ ലൈഫിൽ യു ഹാവ് അച്ചീവ്ഡ് സംതിങ്. നിങ്ങളെന്താണ്, ചുരുങ്ങിയ പക്ഷം വളരെ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അതിലൂടെ പറ്റും. അതും അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറന്നു തരുന്ന വാതിലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇഗ്നോ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ, അതിൻ്റെ ക്ലാസ്സുകൾ, കോണ്ടാക്ട് ക്ലാസ്സുകൾ എടുക്കാം. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഏർപ്പെടാനായിട്ട് പറ്റും. അസൈൻമെൻറ്റ്സ് വാല്യൂ ചെയ്യാനായിട്ട് പറ്റും. നെറ്റ് കോച്ചിങ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതിനകത്ത് ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്ന ഒരു കവാടം തന്നെയാണ് നെറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PhDക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചുരുങ്ങിയ പക്ഷം PhD ക്വാളിഫിക്കേഷൻ എങ്കിലും നെറ്റ് എക്സാമിൽ നേടണം. നെറ്റ് എക്സാമിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി അതേസമയം JRFയിലേക്ക് എത്തിയില്ല എങ്കിൽ, നിങ്ങൾ ഓൾറെഡി PhD രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് OBC ഫെലോഷിപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫെലോഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ നെറ്റിന് പോവുകയാണെങ്കിൽ, റിസർച്ചിന് പോവുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നെറ്റ് സ്കെയിലിൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും. ഈവൻ JRF ഇല്ല എങ്കിൽ പോലും, ഡിപ്പെൻസ് അപ്പോൺ യൂണിവേഴ്സിറ്റി. എന്തായാലും ഇത്തരത്തിൽ ധാരാളം വാതിലുകൾ തുറന്നു തരുന്ന വലിയൊരു കടലാണ് ശരിക്കും നെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കിട്ടാൻ, ഇത്രയും ഒരു നെറ്റ് ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഒറ്റ കാര്യം കൂടി പറയാം. നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികളോടാണല്ലോ സംസാരിക്കുന്നത്. സോ ഈ കേരളത്തിലെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, നെറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കേട്ടറ്റിൻ്റെ ആവശ്യമില്ല, സെറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്കൂളുകളും ഹയർ സെക്കൻഡറിയും അതുപോലെയുള്ള എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾസോ നിങ്ങൾ ഒരു കേട്ടറ്റോ അല്ലെങ്കിൽ ഒരു സെറ്റോ ഉണ്ടാവുന്നതിനേക്കാളും നിങ്ങൾക്ക് നെറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ നെറ്റ് എക്സാം എന്നുള്ളത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്, എല്ലാവരുടെയും ലക്ഷ്യം തന്നെയാണ്. സോ അതിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ
ശ്രമിക്കാം. അതിനുള്ള എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു തരാം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഹിസ്റ്ററി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറ്റ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സിലബസ് മനസ്സിലാക്കണം, വേണ്ടേ? അപ്പോൾ ഹിസ്റ്ററി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയൊരു സിലബസ് ഉണ്ട്. അതേസമയം നമുക്കറിയാം, നമ്മളിപ്പോൾ കേരളത്തിലെ HSC തുടങ്ങിയുള്ള എക്സാമുകളൊക്കെ, ഇതിനൊക്കെ നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. കേട്ടറ്റിൻ്റെയും സെറ്റിൻ്റെയും ആവശ്യം പിന്നെ വരുന്നില്ല. പറഞ്ഞു വന്നത് അതിൻ്റെയൊക്കെ ഈ HSSTൻ്റെയൊക്കെ സിലബസ്, കൊളീജിയേറ്റിൻ്റെയൊക്കെ സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല പരന്ന സിലബസാണ്. അതിനകത്ത് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്. എഗെയിൻ ഇതിന് നമുക്ക് ഫെർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വേൾഡ് ഹിസ്റ്ററിനെ തന്നെ ആൻഷ്യൻ വേൾഡ്, മെഡീവൽ വേൾഡ്, മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞിരിക്കും. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിനെ തന്നെ ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ നമുക്ക് പറഞ്ഞിരുത്തിരിക്കും. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിനെ പ്രീ മോഡേൺ കേരള, മോഡേൺ കേരള, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്റോറിയോഗ്രാഫിനെ റിസർച്ച് മെത്തേഡ്സ്, ഹിസ്റ്റോറിയോഗ്രാഫി, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞു വന്നത് ഒരു പരന്ന സിലബസാണ്. നെറ്റ് എക്സാമിൻ്റെ സിലബസിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് അത് പരന്നിട്ടല്ല, ഓക്കെ, അത് കുറച്ചുകൂടി ഡെപ്ത് ഉള്ള ആഴത്തിലുള്ള ഒരു സംഗതിയാണ്. പുറത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇതെന്താ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമല്ലേ ഉള്ളൂ അല്ലേ, അതിനകത്ത് ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ അപൂർവമാണ്, 1-2 ചോദ്യം മാത്രം വരുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫിയാണ്, അതിലും പറഞ്ഞ പോലെ ഒരു 5-6 ക്വസ്റ്റ്യൻ, ഒരു 7 ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഡാമേജ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ മനസ്സിലായത് എന്താണ്, വളരെ ചെറിയൊരു സിലബസ്, ആഴമില്ലാത്ത, പരപ്പില്ലാത്ത, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസിൻ്റെ ഡെപ്ത് വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ പറഞ്ഞ HSAയോ അല്ലെങ്കിൽ HSST പോലത്തെ എക്സാമുകൾ അല്ലെങ്കിൽ സെറ്റ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പരന്ന സിലബസ് ആണ്, അതേസമയം ഡെപ്ത് കുറവാണ്, ആഴത്തിലുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും. പക്ഷേ ഹിസ്റ്ററി എക്സാം, നെറ്റ് എക്സാമിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സിലബസിൻ്റെ ആഴം കുറച്ച് കൂടുതലാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് പൊതുവെ നമ്മൾ വളരെ ഇറലവൻ്റ് അല്ലെങ്കിൽ വളരെ ചെറിയ പ്രാധാന്യം മാത്രം കൊടുക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും പലപ്പോഴും വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സിലബസ് മനസ്സിലാക്കണം, സിലബസിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം. വെറുതെ നമ്മൾ ഇത്രയുള്ള സിലബസ് വിചാരിച്ചുകൊണ്ട് അതങ്ങോട്ട് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല. അതിനെ വളരെ ഡീപ്പായിട്ട് ശരിക്കും അതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഈ എക്സാം പാറ്റേൺ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓരോ സമയത്തും എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഏത് ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്, അശോകൻ ഇൻസ്ക്രിപ്ഷനെ പറ്റി എന്താണ് ചോദിക്കാറുള്ളത്, ഈ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളൊരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം. അതില്ലെങ്കിൽ നമ്മളെ പഠനം അവതാളത്തിലാവും. ഓൺ എക്സ്പീരിയൻസും പറയാണ്, നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ഒരു ടൈം ഷെഡ്യൂൾ, വളരെ ഭംഗിയായിട്ടുള്ള സിലബസിന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. അതിൽ പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽ, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. എൻ്റെയൊക്കെ ലാപ്ടോപ്പിൽ എന്താണ് പറയുക, നമ്പർ ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, ഉള്ളത് പറയാമല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ തുറന്ന് നോക്കും, ചിലത് നമ്മൾ തുറന്നേ നോക്കില്ല, ചിലത് നമ്മൾ ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കും, ചിലത് നമ്മൾ അവിടെ മാത്രം വായിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. പറഞ്ഞു വന്നത്, ഇങ്ങനെ മെറ്റീരിയലിനായിട്ട് കാര്യമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെ കൺസൈസ് ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ എന്താണ് പറയൽ, ആക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ മാത്രം നമ്മുടെ കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അടുത്തത്, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽ കിട്ടിയാൽ നമുക്ക് വായിക്കാൻ കഴിയും, പക്ഷേ ഈ വായിച്ച് നമുക്ക് മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് ഓർത്തിരിക്കാൻ പലപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ക്ലാസ്സുകളാണ്. അതിനകത്തൊരു സംശയമില്ല, നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ്സാണ്. അത് കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണെങ്കിൽ 100% ഷുവറാണ്, നിങ്ങളൊരു 100 മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാലും ആ ഒരു ക്ലാസ്സിൻ്റെ ആഴത്തിലേക്ക് അത് എത്തൂല എന്നുള്ളത് ഐ ക്യാൻ അഷ്യൂർ ദാറ്റ്. അടുത്തത്, എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, എക്സാം എഴുതിയിട്ട് പഠിക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിലധികം അല്ലെങ്കിൽ അത്രയും അധികം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നോക്കണം. പിന്നെ ഇതിലൊക്കെ ഉപരി നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് വേണം.
അതായത് നമുക്കൊരു ഒരു ഈ ഏരിയയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സഹായം നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. അത് എത്ര വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അത്യാവശ്യമാണ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം പലപ്പോഴും നമുക്ക് പല എക്സാമുകളും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇനി അടുത്തൊരു സംഗതി വരുന്നത്, പലപ്പോഴും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ഇങ്ങനെ പോകുന്നൊരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, അതേസമയം ആ സമയത്ത് എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല. ഇത്തവണത്തെ എക്സാമിലൊക്കെ പല ആൾക്കാർക്കും പറ്റിയിട്ടുള്ളൊരു സംഗതിയാണ്. അവർ നന്നായിട്ട് പഠിച്ചു, ഒരുപാട് സമയം ഇരുന്ന് കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ചു ഉള്ളത് പറയാമല്ലോ. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്തില്ല. അവരെന്ത് ചെയ്യും, മിക്കവാറും ഡിസപ്പോയിൻറ്റഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളെ മാർക്ക് കുറയും, അപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും. പറഞ്ഞു വരുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ എക്സാമിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്നില്ല എങ്കിലും അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ അതിന് മാത്രം ആ ഒരു എന്താണ് പറയുക, പരാജയത്തിന് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റിനെ ഫേസ് ചെയ്യാൻ മാത്രം കേപ്പബിൾ അല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് നന്നായിട്ട് ബാധിക്കും, നിങ്ങളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം നെറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സാധാരണ ഒരു എക്സാം അല്ല. അത് ഉള്ളതുപോലെ പറയണല്ലോ. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ തലകുത്തി ഇരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ആ ഒരു സമയത്ത് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ആ എക്സാമിൻ്റെ ട്രെൻഡുകൾ പലപ്പോഴും മാറി മാറി വരുന്നതാണ്. ഒരു രീതിയിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പിടി തരുന്ന ഒരു എക്സാം അല്ല അത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഏറ്റവും വിവേകപൂർണ്ണമായിട്ടുള്ളൊരു സമീപനം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കാം, നെറ്റ് എക്സാമിനകത്ത് നമ്മുടെ പേപ്പർ 1ഉം അതുപോലെ സബ്ജക്ട് പേപ്പറും ഉണ്ട്. പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻ ആണ്, സബ്ജക്റ്റിൽ 100 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്, നെഗറ്റീവ് മാർക്കില്ല. അങ്ങനെ പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യനിൽ 1-2 മാർക്ക് വെച്ച് 100 മാർക്ക് കിട്ടും. സബ്ജക്റ്റിലെ ഒരു 100 ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് 200 മാർക്ക് ടോട്ടൽ വരും. അങ്ങനെ മൊത്തം പേപ്പർ 1ഉം അതുപോലെ പേപ്പർ 2ഉം സബ്ജക്റ്റും പാടെ ചേർത്ത് എന്ത് ചെയ്യും, 300 മാർക്ക് വരും എന്നുള്ളതാണ്. ഇതാണ് നെറ്റ് എക്സാമിൻ്റെ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 3 മണിക്കൂറാണ് ഉണ്ടാവുക. ഈ 3 മണിക്കൂറിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആദ്യം സബ്ജക്റ്റ് വേണമെങ്കിൽ അത് ചെയ്യാം, പേപ്പർ 1 വേണമെങ്കിൽ അത് ചെയ്യാം. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഇത് ഞാൻ ഇനി പറയുന്നില്ല, നമ്മൾ വേറൊരു സെഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനാണ്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മളെ ഹിസ്റ്ററി സിലബസിലേക്ക് വരാം. ഹിസ്റ്ററി സിലബസിനകത്ത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. അതിനകത്ത് ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, പിന്നെ അതിനകത്ത് വരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയാണ്. അത് ചെറിയൊരു ഏരിയ ഉണ്ടാവുള്ളൂ. ശരിക്കും ഏരിയ വൈസ് വളരെ ലെങ്തി ആയിട്ടുള്ള ഏരിയയാണ്. പക്ഷേ നമ്മൾ എക്സാമിനകത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് താരതമ്യേന ചെറുതാണ്. ആൻഡ് പിന്നീടുള്ളത് ഹിസ്റ്റോറിയോഗ്രാഫി, അതുപോലെ റിസർച്ച് മെത്തേഡ്സ് എന്നുള്ളതാണ്. ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് വരികയാണെങ്കിൽ അവിടുന്ന് ഇപ്പോൾ ലാസ്റ്റത്തെ എക്സാമിലൊന്നും ഒരു ചോദ്യം പോലും അവിടെ നിന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ നോർമലി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 5-6 ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് എന്നുള്ള നിലക്ക് നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് ഹിസ്റ്റോറിയോഗ്രാഫി. മസ്റ്റായിട്ടും പഠിക്കേണ്ട, അത്യാവശ്യം നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടാവേണ്ട ഒരു ഏരിയയാണ് ഹിസ്റ്റോറിയോഗ്രാഫി. സോ അതെന്തായാലും നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. ഇതാണ് നമ്മുടെ ഹിസ്റ്ററി സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ സിലബസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് എല്ലാ സബ്ജക്റ്റുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 10 യൂണിറ്റുകളാണ്. പേപ്പർ 1നെ പറ്റിയല്ല പറയുന്നത്, സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. സോ ഈ 10 യൂണിറ്റുകളിൽ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ 1ഉം 2ഉം 3ഉം, അതായത് ആദ്യത്തെ 3 യൂണിറ്റുകൾ ഇറ്റ് ഈസ് അബൌട്ട് നമുക്ക് എന്ത് പറയാം, ആൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോൺ ഏജ് മുതൽ തുടങ്ങും. ഓക്കെ, സ്റ്റോൺ ഏജ് മുതൽ നമ്മൾ തുടങ്ങും. അതിനകത്ത് സ്റ്റോൺ ഏജ്, പെയിൻറ്റിങ്സ്, കേവ് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺ ഏജിലെ ടൂൾസ്, ഇങ്ങനെയുള്ള സംഗതികൾ, സൈറ്റുകൾ, ഇതൊക്കെയാണ് അതിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ചോദ്യം വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോൺ ഏജ് കഴിയുന്നു, ചാൽക്കോലിത്തിക് ഏജിലേക്ക് വരുന്നു, ഇൻഡസ് വാലിയിലേക്ക് വരുന്നു, പിന്നെ അതിനുശേഷം നമ്മുടെ വേദിക് പീരീഡ് വരുന്നു. ഈ രീതിയിൽ സിലബസ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരികയാണ് ചെയ്യാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വരുന്ന മറ്റുള്ള ഏരിയാസ്, അതായത് ഫസ്റ്റത്തെ യൂണിറ്റിൻ്റെ അവസാനം എന്ന് പറയുന്നത് ശരിക്കും മഹാജനപദാസ് തുടങ്ങുന്ന അവിടെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്നു. അതിൽ
നമ്മൾ ഈ പറഞ്ഞ മഗധ, മൗര്യാസ്, അതുപോലെയുള്ള ഗുപ്താസ്, പോസ്റ്റ് ഗുപ്ത, പോസ്റ്റ് മൗര്യ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാലഘട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഗുപ്ത സമയത്തുള്ള ഡെവലപ്മെൻറ്റ്സ് അവിടെ വരെ രണ്ടാമത്തെ യൂണിറ്റിൽ അവസാനിക്കും. മൂന്നാമത്തെ യൂണിറ്റിൽ ഏർലി മെഡീവലിലേക്ക് വരും. നമ്മുടെ ഹർഷൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കനൗജിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്, അതുപോലെ പാല, പ്രതിഹാര, രാഷ്ട്രകൂട, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള മൂന്നാമത്തെ ആ ഒരു ഏർലി മെഡീവൽ കാലഘട്ടം നമ്മളെ സിലബസിൽ വരും. നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും, ഏഴാമത്തെ അല്ല ആറാമത്തെയും യൂണിറ്റുകൾ ഡീൽസ് വിത്ത് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നാലാമത്തെ യൂണിറ്റ് വരുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ, അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, മുഗൾസിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, വിജയനഗരയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ബാമിനിയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, മറാത്തയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതായത് റൂളറിനെ സംബന്ധിച്ച്, ഭരണത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഭാഗമാണ് എന്ത് ചെയ്യുക അതിനകത്ത് കയറി വരാം. ഇനി അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ല, അവിടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഈ എക്കണോമിയാണ് എന്ത് ചെയ്യുക അഞ്ചാമത്തെ യൂണിറ്റിൽ വരിക. അതായത് ഈ പറഞ്ഞ ഡൈനാസ്റ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റീസ്, മുഗൾസ്, വിജയനഗര, ബാമിനി, പിന്നെ നമ്മളീ പറയുന്ന മറാത്താസ്, പിന്നെ അതിനകത്ത് കുറേ നമുക്ക് എന്താ പറയല്ലേ ജോൺപൂർ സുൽത്താനേറ്റ്, മാൽവ സുൽത്താനേറ്റ്, ഇങ്ങനെ തുടങ്ങി ഗുജറാത്ത് സുൽത്താനേറ്റ്, ഇങ്ങനെ തുടങ്ങി കുറേ റീജിയണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് ഉണ്ട്. അവരുടെയൊക്കെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതിനുശേഷം അഞ്ചാമത്തെ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ എക്കണോമിക് ഹിസ്റ്ററി വരും. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, എന്താണ് ഇക്ത സിസ്റ്റം, എന്താണ് മൻസബ്ദാരി, എന്താണ് ജാഗിർദാരി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്ത ആൻഡ് മൻസബ്ദാരി അല്ലെങ്കിൽ ജാഗിർദാരി സിസ്റ്റം, ജാഗിർദാർ എന്താണ്, വാട്ട് ഈസ് ജാഗിർദാരി, ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ അപ്രോച്ച് മാറേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് അഞ്ചാമത്തത് കഴിഞ്ഞ് ആറാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ സോഷ്യൽ ഹിസ്റ്ററിയാണ്, അതായത് അവിടുത്തെ സമൂഹം എങ്ങനെയായിരുന്നു. ഫോർ എക്സാമ്പിൾ സൂഫി ഭക്തി മൂവ്മെൻറ്റ് ആൻഡ് അവിടെയുള്ള സാധാരണക്കാർ, സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു, അവിടെയുള്ള കച്ചവടത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഫ്രോണ്ടിയേഴ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇങ്ങനെ തുടങ്ങിയ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയയിലേക്കുള്ള ചോദ്യങ്ങൾ വരും. പിന്നെ 7, 8, 9 ഈ 3 യൂണിറ്റുകളും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ഏഴാമത്തെ യൂണിറ്റ് തുടങ്ങുന്നത് നമ്മുടെ അല്ല ഓക്കെ, അതായത് യൂറോപ്യൻസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പോർച്ചുഗീസുകാരുടെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ആ ഒരു ഭാഗം മുതൽ തുടങ്ങും. വാസ്കോ ഡി ഗാമ വന്നത് മുതലുള്ള ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, പിന്നെ അറിയാലോ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഫൈറ്റ്, അതിനുശേഷം പിന്നെ ഇംഗ്ലീഷുകാർ ഇവിടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ, ഈ നമ്മുടെ ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റുകളും ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ, ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഡിസ്കഷനകത്തേക്ക് വരും. അതിനുശേഷം എട്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തൊക്കെയായിരുന്നു, പോളിസീസ് എന്തൊക്കെയായിരുന്നു, ട്രേഡ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും നമ്മളെ ഡിസ്കഷൻ പോവും. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ളതൊക്കെ അവിടെ വരും. 9ാമത്തെ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ നാഷണൽ മൂവ്മെൻ്റ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട INCയുടെ ഫോർമേഷൻ, മറ്റു ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് നമ്മുടെ ഡിസ്കഷൻ പോവും. ആൻഡ് ഗാന്ധിയുടെ അറൈവൽ, INCയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, പിന്നെ ഗാന്ധി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു റവല്യൂഷണറി ടെററിസം വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, അവരുടെ ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള ഈവെൻറ്റുകൾ നമ്മൾ 9ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. 10ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, പകരം എന്താണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി ഡിസ്കസ് ചെയ്യും. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും ഡിസ്കഷനിലേക്ക് വരും എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഹിസ്റ്ററി സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഭാഗത്തുനിന്നും പറിച്ചെടുത്ത് നമുക്ക് ചർച്ച ചെയ്യുന്ന അടുത്തൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആൻഡ് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെറ്റീരിയലുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. വി ഹാവ് n നമ്പർ ഓഫ് മെറ്റീരിയൽ ബേസ്ഡ് ഓൺ യുവർ പൊട്ടൻഷ്യൽ എന്നതിലുപരി നിങ്ങളുടെ പ്രിലിമിനറി നോളജിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിലേറ്റവും
കൊള്ളാവുന്ന അല്ലെങ്കിൽ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇഗ്നോയുടെ മെറ്റീരിയൽ. പക്ഷേ സമയബന്ധിതമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങൾ പഠിച്ച് തുടങ്ങണം എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, CBSEൻ്റെ പഴയ ബുക്കുകളുണ്ട്, അത് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ EPG പാഠശാലയുടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. യൂട്യൂബിൽ അതിൻ്റെ ഒരുപാട് എന്താണ് പറയല്, CES അല്ലേ, കൺസോർട്ടിയം ഫോർ സംതിങ് ഈസ് ദെയർ. ഓക്കെ, എന്തായാലും അതിൻ്റെ ക്ലാസ്സുകൾ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓൾസോ അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങളൊരു ഹൈറാർക്കി സെറ്റ് ചെയ്യുക. അതായത് ബേസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് CBSE അതുപോലെ NCERT ഒക്കെ വായിക്കാം. പിന്നെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ EPG പാഠശാലയുടെ ക്ലാസ്സുകളിലേക്ക് പോകാം. ആൻഡ് ഫെർദർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇഗ്നോനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമ്മുടെ ഒരു ലെവൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം. അതിനൊക്കെ നിങ്ങൾ പ്രിലിമിനറി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, അതേസമയം എല്ലാ ആൾക്കാർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ആയിരിക്കില്ല ഒതൻറ്റിക് ടെക്സ്റ്റുകൾ വായിക്കുക എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ഡിഗ്രി PG സമയത്തൊക്കെ ഇത്തരം ഒതൻറ്റിക് റെഫറൻസ് ടെക്സ്റ്റുകൾ വായിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് നന്നാവും. അതല്ലാതെ സീറോയിൽ നിന്ന് നിങ്ങൾ ഈ ഒതൻറ്റിക് ടെക്സ്റ്റുകളൊക്കെ വായിച്ചിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇനിയും ചുരുങ്ങിയതൊരു 3 വർഷമെങ്കിലും, ഒരു ചുരുക്കം പറയാം കേട്ടോ, അതിൻ്റെ കൂടുതലല്ലാതെ കുറവ് നടക്കൂല. കാരണം ഇത്രയും ടെക്സ്റ്റുകൾ വായിച്ച് തീർക്കുക എന്നുള്ളത് തന്നെ ടൈം ടേക്കിംഗ് ആണ്. അത് വായിച്ച് തീർക്കുന്നതും പഠിച്ചെടുക്കുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വായിച്ച് തീർക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ ആ വായിച്ചതിനൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരുപാട് ടാസ്ക്കാണ്. പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഈ ഒരു ഏൻഷ്യൻ്റ് ആൻഡ് ഏർലി മീഡിയവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് ഉപീന്ദർ സിംഗിൻ്റെ ബുക്ക് നല്ല ബുക്കാണ്, വലിയ ബുക്കാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ അത് വായിച്ച് തീർക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, വലിയ പുസ്തകം ആയതുകൊണ്ട് തന്നെ. പക്ഷേ നിങ്ങൾ ഓൾറെഡി കുറേയൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ കവർ ചെയ്യുന്നത് നന്നാവും. നല്ല നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ആശ്രയിക്കാം. പിന്നെ മെഡിവൽ ഇന്ത്യക്ക് സതീഷ് ചന്ദ്രയുടെ മെഡിവൽ ഇന്ത്യയുടെ 2 വോളിയൂംസ് ഉണ്ട്, അതും വായിക്കാവുന്നതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് മോഡേൺ ഇന്ത്യക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മുടെ ബിപിൻ ചന്ദ്രൻ്റെ മോഡേൺ ഇന്ത്യ നല്ലൊരു പുസ്തകമാണ്. പ്ലാസീറ്റ് പാർട്ടീഷനും നല്ലൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ സ്പെക്ട്രം ഉണ്ട്, അതായത് സ്പെക്ട്രത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് IASനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന സംഗതിയാണ്. കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സംഗതിയാണ്, അതും ഉപയോഗിക്കാം. ഇഗ്നോയുടെ മെറ്റീരിയൽ ഉണ്ട്, അതും ഉപയോഗിക്കാം. ദർ ആർ നമ്പർ ഓഫ് മെറ്റീരിയൽസ്. ഈവൻ മെഡിവൽ ഇന്ത്യക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സതീഷ് ചന്ദ്രൻ മാത്രം ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്ക് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു മോഡേൺ ഇന്ത്യക്ക്, അതായത് നാഷണൽ മൂവ്മെൻറ്റായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് മാത്രം അതിലേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഗൈഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കയറിയിട്ട് തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിനാണ്. എഗെയിൻ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് കൺസേൺസ് ഉള്ളത് പല ഗൈഡുകളിലും മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ് പറയുക, നെഗ്ലിജബിൾ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 2-3 ക്വസ്റ്റ്യനൊക്കെ നോർമലി തെറ്റും. അതൊരു എങ്ങനെ പറയല്, പലപ്പോഴും പ്രിൻറ്റിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് കുളമാവും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വന്നത്. അതേസമയം ആ ഒരു പഠിക്കുന്ന സമയത്ത് അങ്ങനെ മിസ്റ്റേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 2-3 ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ പെടും. സോ ഇതൊക്കെയാണ് ഗൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പലപ്പോഴും എറേഴ്സ് ഉണ്ടാവാറുണ്ട്. ഞാനൊക്കെ പേഴ്സണലി വാങ്ങിയിട്ടുള്ളൊരു ഗൈഡ് പിന്നീട് എനിക്ക് വാങ്ങാൻ കണ്ടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കണ്ടന്റ് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗൈഡിനൊക്കെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ പലപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പല ഭാഗങ്ങളും ക്രോസ് ചെക്കേണ്ടി വരും. എല്ലാം വേണമെന്നല്ല, നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന, ചിലപ്പോൾ നമ്മളൊരു പഠിച്ചൊരു അറിവൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൊരുത്തക്കേടൊക്കെ തോന്നുന്ന ഭാഗമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ ഇത്രയാണ് പുസ്തകങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഞാൻ തരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഡിസ്കറേജ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അപ്കമിങ് സെഷനിൽ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പറയുക, മാത്സിനെ പോലെ കുറേ ഫോർമുല എന്ന് വെച്ച് കണക്ക് ചെയ്യാനൊന്നുമില്ല, അറിയാലോ. അല്ലെങ്കിൽ ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന പോലെ കുറേ സയൻറ്റിഫിക് നെയിംസോ അല്ലെങ്കിൽ ഭയങ്കര ലാബും അങ്ങനത്തെ സംഗതികളൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ശരിക്കും വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലിറ്ററേച്ചർ പഠിക്കുന്ന പോലെ ഇരുന്ന് പഠിച്ചാൽ മതി, അല്ലേ? നല്ല സുഖമല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച സാധനങ്ങൾ
പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും, ആ ഇരുത്തത്തിന് എണീറ്റ് കഴിഞ്ഞാൽ മറന്നു. അത്ര എളുപ്പത്തിൽ പഠിക്കുന്നതിനേക്കാളും എന്താണ് പറയല് 100 മടങ്ങ് എളുപ്പത്തിൽ മറന്നു പോകുന്നൊരു സംഗതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന രീതി നമ്മൾ മാറ്റണം. വെറുതെ വായിച്ചിരുന്നാൽ നമ്മൾ പഠിക്കൂല. വെറുതെ നമ്മൾ വായിച്ചിരുന്നാൽ നമ്മൾ വായിക്കും, പക്ഷെ നമ്മൾ പഠിക്കൂല. നമ്മളെ ലക്ഷ്യം വായിക്കലാണോ പഠിക്കലാണോ, അതിൽ ആദ്യം ഒരു തീരുമാനം എടുക്കണം. സോ നമ്മൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ സ്ട്രാറ്റജി മാറ്റിയേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനോട് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഹിസ്റ്ററിയാണ്. നമ്മുടെ സബ്ജക്റ്റ് ഹിസ്റ്ററി എക്സാം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്രോണോളജിക്കലി മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആൻഷ്യൻ്റ് ഇന്ത്യയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ക്രോണോളജിക്കലി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഏത് ഘട്ടത്തിലാണ് വേദിക് പീരീഡ് വരുന്നത്, ഏത് ഘട്ടത്തിലാണ് അവർ സപ്തസിന്ധു റീജിയൻ എന്ന് മാറിയിട്ട് ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഗാംഗറ്റിക് പ്ലെയിനിൽ എത്തുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് ഉണ്ടായത്, ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ജോഗ്രഫിക്കൽ റീജിയൻ്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ പ്ലെയിൻ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. വി ഹാവ് ടു ഡിപ്പെൻഡ് സം ലെക്ചേഴ്സ്. അതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. ആൻഡ് ക്രോണോളജിക്കലി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം നെറ്റ് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു ഭാഗവും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്രോണോളജി. ദർ ഇസ് നോ ഡൗട്ട്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളിൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നായിരിക്കില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തും അതുപോലെയുള്ള ഈവൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനകത്തൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമായിട്ട് വരും. അതാണ് ക്രോണോളജിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഓരോ സംഗതികൾ പഠിക്കുന്ന സമയത്തും ആ ഒരു ഇവൻറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അത് വെറുതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, പകരം എന്ത് ചെയ്യണം, ആ ഒരു ഇവൻറ്റിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം എന്താണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ്, അതായത് വാസ്കോ ഡി ഗാമ എന്ത് ചെയ്തു, കടൽ വഴി ഇന്ത്യയിലേക്ക് വന്നു. വാസ്കോ ഡി ഗാമ ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അയാൾ ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ ചരിത്രത്തിൽ ഓരോ ഇവൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് പഠിച്ചാൽ നമ്മുടെ മെമ്മറീനെ ഒന്നുകൂടിയും സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറച്ചുകൂടി കഥകൾ അതിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വ്യക്തികളെ പറ്റി പഠിക്കുക. അപ്പോൾ അതായത് നമ്മൾക്ക് ബാലഗംഗാധര തിലകൻ്റെ ആ ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി നമുക്ക് അറിയാമെങ്കിൽ അയാൾ തുടങ്ങിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഏതായിരിക്കും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അയാളെ പറ്റി ഒരു 4-5 സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ 1-2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയാമെങ്കിലും ബാക്കി 3-4-5 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ഒരു വ്യക്തിനെ പഠിച്ചു കഴിഞ്ഞാൽ, അയാളുടെ അപ്രോച്ച് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാത്ത എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻറ്റുകളെ കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും വളരെ എന്താണ് പറയുക പ്ലെയിൻ ആയിട്ട് പഠിച്ചോ എല്ലാം വായിച്ച് പഠിക്കുക എന്നുള്ള അപ്രോച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നേറുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജാഗീർദാരി സിസ്റ്റവും മൻസബ്ദാരി സിസ്റ്റവും എങ്ങനെ കണക്ട് ചെയ്തിട്ട് കിടക്കുന്നു, ആൻഡ് ഈ ജാഗീർദാർ എന്നുള്ളതും ജാഗീർദാരി എന്നുള്ളതും തമ്മിൽ എന്താണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇവൻറ്റുകളെയും അതിനകത്തുള്ള ടേംസിനെയും ടെർമിനോളജീസിനെയൊക്കെ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറന്നു പോവുക എന്നുള്ള പ്രശ്നം പലപ്പോഴും നമുക്ക് ഇല്ലാതെയാക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടിയും അടിപൊളിയായിട്ട് നമുക്ക് മെമ്മറി അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് ഈ മാപ്പിൻ്റെ സഹായം എന്ന് പറയുന്നത്, അതായത് ജോഗ്രഫിയുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മനഃപൂർവ്വമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്ലോബ് കൊടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഇപ്പം മറാത്ത എന്ന് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യം, മറാത്ത എംപയർ എന്ന് പഠിക്കുന്ന സമയത്ത് എവിടെയാണ് മറാത്ത ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, വിന്ധ്യ സത്പുര മൗണ്ടെയിൻസിൻ്റെ റോൾ എന്താണ്, മറാത്ത എങ്ങനെയാണ് ജോഗ്രഫിക്കലി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്, മഗധ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മഗധ എവിടെയാണ് കിടക്കുന്നത്, മഗധയുടെ സറൗണ്ടിങ്ങിൽ എന്തൊക്കെയാണുള്ളത്, മഗധയിൽ എങ്ങനെ ഒരു മഹാജനപദ വളർന്നു വരും, അല്ലെങ്കിൽ അതിനൊരു വലിയൊരു എംപയർ ആയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ ഈസി ആവും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഇത് നമ്മളിപ്പോൾ ഒരു PSCക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് യു ഫോർ ദി
ഐ വിൽ റെക്കമെൻഡ് യു ദി ഒബ്ജക്റ്റീവ് ലേണിംഗ് എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഫാക്ച്വലി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു എന്ന് റിപ്പീറ്റഡ്ലി പറഞ്ഞാണ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യം അതുപോലെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റും? സുഖമായിട്ട് ഉത്തരം എഴുതാനും പറ്റും. പക്ഷേ നിങ്ങൾ ഒരു ഹിസ്റ്ററി നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ആ ഒരു പഠനം കൊണ്ട് വലിയൊരു പ്രയോജനമൊന്നും ഇല്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് നെഹ്റു പ്രധാനമന്ത്രിയായി, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, നെഹ്റുവും പട്ടേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ഗാന്ധി എങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്, നെഹ്റുവിൻ്റെ വിഷൻ എന്തായിരുന്നു, നെഹ്റുവിൻ്റെ ഒരു സോഷ്യോളജി എന്നല്ല സോഷ്യലിസ്റ്റ് കോൺസെപ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വർക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്, മൂവീസ് വാച്ച് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് കാണേണ്ട കുറച്ച് സിനിമകളുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സിനിമയിൽ പറയുന്ന എല്ലാ കാര്യവും ശരിയൊന്നാവില്ല. കുറേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ, ഗാന്ധി മൂവി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് മലയാളത്തിൽ അവൈലബിൾ ആണ്. സോ ഇതുവരെ കണ്ടില്ല എങ്കിൽ വേഗം പോയിട്ട് കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഭഗത് സിംഗ്, എന്താണ്, റൈസിംഗ് മംഗൾ പാണ്ഡെ, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മൂവീസ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള മൂവീസൊക്കെ യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. പോയിട്ട് കാണുക. അതുപോലെ ഡോക്യുമെൻ്ററീസ് ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ഒരു ഇപ്പം ഞാനിത് വെറുതെ ഇങ്ങനെ പറയുന്നതും നിങ്ങൾ ഈ സ്ക്രീനിൽ ഇത് കണ്ടിട്ട് ഇത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് കേൾക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു മൾട്ടി സെൻസറി അപ്രോച്ച്, നമ്മൾ ബി എഡ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും, അവർക്കെല്ലാം മനസ്സിലാവും. സോ ഈ ഒരു മൾട്ടി സെൻസറി അപ്രോച്ച് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഒരു ഡോക്യുമെൻ്ററീസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ കേട്ടു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വായിച്ചു പോകുന്നതിൻ്റെ ഒരു 4 ഇരട്ടി ഇഫക്റ്റീവ് ആയിരിക്കും അത് എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങളെ പഠനത്തിൽ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് പലപ്പോഴും പറ്റുന്ന, അതായത് നമുക്ക് പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമാണ്, അതായത് പ്ലേസുകൾ വിസിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഡൽഹി പോകുന്ന അല്ലെങ്കിൽ ഡൽഹി പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഡൽഹിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെയുള്ള ഇന്ത്യയിലെ ഇങ്ങനെയുള്ള മോണമെൻറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മളും ഡൽഹിയിൽ പോകും, ആഗ്രയിൽ പോയിട്ട് താജ്മഹൽ കാണും, ഡൽഹിയിലെ കുത്തബ് മിനാറും അതുപോലെയുള്ള ഹുമയൂൺസ് ടോംബും ഇതൊക്കെ നമ്മൾ പോയിട്ട് കാണും. നമ്മൾ 4 സെൽഫി എടുത്തിട്ട് നല്ല യൂട്യൂബിലും അതുപോലെയുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് യൂട്യൂബിലൊരു വ്ളോഗൊക്കെ ഇട്ട് ഭയങ്കര സംഭവമാക്കും. പക്ഷേ താജ്മഹൽ എന്നുണ്ടാക്കി, താജ്മഹൽ ആരുണ്ടാക്കി, താജ്മഹൽ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റ്സ്, അതുപോലെയുള്ള മോണമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏത് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് അതിനകത്ത് വരുന്നത്, എന്താണ് ഡോം, എന്താണ് മിനററ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊന്നും നമ്മൾ പോകില്ല. നമ്മൾ പോകുന്ന സമയത്ത് ഞാനൊക്കെ നേരത്തേക്ക് വെറുതെ പോയി കണ്ടുപോകുന്നത്, പക്ഷെ പിന്നെ ഞാനൊരു വട്ടം പോയി, പോയത് ഞാൻ കാണാൻ വേണ്ടിയിട്ടല്ല, വായിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ ഓരോ മോണമെൻറ്റ്സിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നമ്മൾ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. അതിൻ്റെയൊക്കെ വാൾസിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, ഓരോ പില്ലറിലും എന്താണ് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നെ പുസ്തകം എടുത്തത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സുഖമായിട്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ അതിനകത്ത് വരുന്നത് ലാംഗ്വേജസ് എന്നുള്ളതാണ്. ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എക്സാമിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറച്ച് അറബിക്, പേർഷ്യൻ അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ മെഡീവൽ ഹിസ്റ്ററിയിൽ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് കുറച്ച് സാൻസ്ക്രിറ്റ് എന്നല്ല, കുറച്ചുകൂടി മലയാളം പ്ലസ് നമ്മുടെ ഒരു തമിഴ് ലാംഗ്വേജിൻ്റെ ഒക്കെ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ വേദിക് പീരീഡിലൊക്കെ കുറേ ടേംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിടിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ പറ്റുന്ന രീതിയിലൊക്കെ ലാംഗ്വേജിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഒക്കെ ഉപയോഗിക്കുക. ഇത് പലപ്പോഴും വർക്ക് ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് ഒരു ടേം കണ്ടു, അത് എന്താണെന്ന് അറിയില്ല, പക്ഷെ ആ ടേമിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. നമുക്ക് അറിയുന്ന ലാംഗ്വേജിൻ്റെ ഒരു ബാക്കപ്പ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടേമിലേക്ക് ആ ഒരു സാധനമായിട്ട് സിമിലർ ആയിട്ടുള്ള ബാക്കപ്പ് ഏതെങ്കിലുമൊക്കെ ഒരു വേർഡ് നമ്മളെ ലാംഗ്വേജിൻ്റെ ഒരു ഡാറ്റാബേസിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളതിനാണ്. പ്രത്യേകിച്ച് മെഡീവലിലൊക്കെ ടേംസൊക്കെ അറബിക് ലാംഗ്വേജൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കുറേയൊക്കെ പിടിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വായിക്കുക എന്നുള്ളതാണ്. വായിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു പരിധി വരെ റിപ്പീറ്റഡ്ലി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. സെഷൻ ലെങ്ത് ആയി പോകുന്നുണ്ട്, ഐ നോ ദാറ്റ്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു തവണ വായിച്ച മെറ്റീരിയൽ തന്നെ വീണ്ടും വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ രണ്ടാമത് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിനകത്ത് കുറച്ചുകൂടി കോണ്ടന്റ് കൂട്ടിയിട്ട് വായിക്കുക. അതുവരെ ഉണ്ടായിരുന്നതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് വായിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു
ഓൾറെഡി വായിച്ചു എന്നുള്ള ബോറിങ് അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ള ബോറിങ് മാറും ചെയ്യും, കൂടുതൽ പഠിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇനി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, മാത്സ് ഫോളോയിങ് ഉണ്ടായിരിക്കും, അസേർഷൻ റീസൺ നേരത്തേക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണാറില്ല. ബട്ട് സ്റ്റിൽ അതങ്ങനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി എന്നുള്ളൊരു സർക്കുലറോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊക്കെ ഇനിയും തിരിച്ചു വന്നേക്കാം മേ ബി. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാരഗ്രാഫ് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക പാസേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും പാസേജിനകത്ത് ഉത്തരം ഉണ്ടാവാറില്ല. ഉത്തരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ അറിയുന്ന സംഗതിയിൽ നിന്ന് എടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററിയിലെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾ, അതായത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുന്നതിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പലപ്പോഴും എല്ലാവർക്കും കയ്യിൽ നിന്ന് പോകുന്നത് ആ ഒരു ഓർത്തെടുക്കുക എന്നുള്ള സാധനത്തിനെ വേണ്ട പോലെ പരിഗണിക്കാത്തത് കൊണ്ടാണ്. അടുത്തത്, നിങ്ങൾ ക്രോണോളജിക്കലി കാര്യങ്ങളെ സമീപിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള കോഡ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. അതിന് കഥ ഉപയോഗിക്കാം, ലെറ്റേഴ്സ് ഉപയോഗിക്കാം, ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. വർഷങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരുടെ നിങ്ങളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇവൻറ്റുകളൊക്കെ നടന്ന ഡേറ്റുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ 100 കൊല്ലം മുന്നേ, അതിൻ്റെ 200 കൊല്ലം മുന്നേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള സ്ട്രാറ്റജീസൊക്കെ പിടിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നോക്കാതെ നിങ്ങൾ നെറ്റ് എക്സാം എഴുതാൻ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് അധികം നോക്കിയിട്ടില്ല എങ്കിൽ പോലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PYQവിൻ്റെ ഇട്ടാവട്ടങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻസ് വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഐ എം വെരി സോറി ഫോർ ദ ലെങ്തി സെഷൻ. ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ പറഞ്ഞ് എന്ത് ചെയ്തു, ഇത്ര ആയിപ്പോയതാണ്. വെരി സോറി ഫോർ ദാറ്റ്. എന്തായാലും അപ്കമിങ് വീഡിയോസിൽ നമ്മൾ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കൂടുതൽ ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെഷൻസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലാത്ത എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അതായത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് എക്സാം ഉണ്ട്, HSST, HSA, അതുപോലെ കൊളീജിയേറ്റിൻ്റെ എക്സാം ഇങ്ങനെ തുടങ്ങി, പിന്നെ UPSC, അതുപോലെ തന്നെ CUE, TVG, UG എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈവൻ +1 +2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരും ഡിസ്ക്രിപ്ഷനിൽ കണ്ടോളും. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അവർക്കും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് കൂടുതൽ എന്താണ് പറയുക, എല്ലാവരുടേക്കും എല്ലാ ആൾക്കാരിലേക്കും എത്തിപ്പെടാനും കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഉപയോഗം കിട്ടാനൊക്കെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. സോ ദാറ്റ്സ് ഫോർ നൗ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.